ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പുതിയൊരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്, അക്കൗണ്ടൻസി അല്ലേ. എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു സബ്ജക്റ്റ് ആവും അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെയാണ് അക്കൗണ്ടൻസി പഠിക്കുക എന്നുള്ളത് നോക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് +1 അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് +2 അല്ലെങ്കിൽ +1 കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ +2 നമ്മൾ എത്തിയാൽ പോലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പോൾ +2 ബാക്കി +2 വരുന്ന ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം, നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണം. സോ നമ്മൾ ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതലാണ്. ഓക്കെ, അതായത് ഇൻട്രൊഡക്ഷൻ ഓഫ് അക്കൗണ്ടിങ് മുതൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചാപ്റ്ററായിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മളെന്താണോ ക്ലാസ്സിൽ പറയുന്നത് അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, കൂടുതലായിട്ടൊന്നും പഠിക്കണ്ട. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ അതിലെല്ലാ കാര്യങ്ങളൊന്നും പഠിക്കണ്ട. നമ്മൾ എന്താണോ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ദെൻ അത് എക്സാമിന് എഴുതാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ആവാം. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, സോ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ഇൻട്രൊഡക്ഷൻ ഓഫ് അക്കൗണ്ടിങ് അല്ലെ, അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ നമ്മൾ ആദ്യം അക്കൗണ്ടിങ് എന്താണെന്ന് അറിയണം, എന്നാലാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ട് കാര്യമുള്ളൂ അല്ലേ. സോ ഫസ്റ്റ് എന്താണ് അക്കൗണ്ടിങ്, മീനിങ് ഓഫ് അക്കൗണ്ടിങ് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമ്മളൊരു ഡെഫിനിഷൻ വെച്ചിട്ട് നോക്കാൻ പോവാണ്. അതായത് AICP എന്ന് പറയും, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് ഡിഫൈൻ ചെയ്യുന്നത് പ്രകാരം എന്താണ് അക്കൗണ്ടിങ്, അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഡെഫിനിഷനൊക്കെ നോക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഞാനൊരു ബിസിനസ് നടത്തുന്നുണ്ടെന്ന് കരുതാം. ഓക്കെ, ഒരു ബിസിനസ് നടത്തുന്നുണ്ട്. ആ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ഇടപാടുകളും അല്ലെങ്കിൽ ആ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഞാൻ എന്ത് ചെയ്യാണ്, അത് ഞാൻ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഞാൻ നടത്തുന്നതൊരു മൊബൈൽ ഫോണിൻ്റെ ഒരു ഷോപ്പാണ്, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ലാപ്ടോപ്പൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണെന്ന് കരുതാം. അപ്പോൾ ആ ഒരു ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും, മൊബൈൽ ഫോൺ വാങ്ങുക, അതേപോലെ ലാപ്ടോപ്പുകളൊക്കെ വാങ്ങുക അല്ലേ. നമ്മൾ ബൾക്കായിട്ട് ഒരുപാട് സാധനങ്ങൾ, ഇപ്പോൾ 50 or 100 പീസസൊക്കെ എന്ത് ചെയ്യും, നമ്മൾ വാങ്ങും, ബൾക്കായിട്ട് വാങ്ങും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ചെറിയൊരു ലാഭമൊക്കെ നമ്മൾ കൂട്ടിയിട്ട് എന്ത് ചെയ്യും, ആ ഒരു സാധനം വിൽക്കും. അതാണ് നമ്മുടെ ബിസിനസ് എന്ന് കരുതുക. ഓക്കെ, നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ മൊബൈൽ ഫോൺ ലാപ്ടോപ്പൊക്കെ വാങ്ങുക, എന്നിട്ട് അതെന്ത് ചെയ്യുക, അത് വിൽക്കുക. അതാണ് നമ്മുടെ ബിസിനസ്. ഓക്കെ, ഒരു എക്സാമ്പിളാണ്, നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ബിസിനസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക, മൊബൈൽ ഫോൺ വാങ്ങും അല്ലേ. മൊബൈൽ ഫോൺ ബൾക്കായിട്ട് വാങ്ങും. ബൾക്കായിട്ട് വാങ്ങുക എന്ന് പറഞ്ഞാൽ മൊത്ത കച്ചവടമല്ലേ, നമ്മൾ ഹോൾസെയിലായിട്ട് വാങ്ങുന്നതിനെയാണ് നമ്മൾ ബൾക്കായിട്ട് വാങ്ങുക എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഒരു 100 or 200 പീസസ് നമ്മൾ എന്ത് ചെയ്യും, മൊബൈൽ ഫോണും ലാപ്ടോപ്പൊക്കെ വാങ്ങും, എന്നിട്ട് അത് വിൽക്കുക. അതാണ് നമ്മുടെ ബിസിനസ്. ഓക്കെ, അപ്പോൾ അതിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, മൊബൈൽ ഫോണുകൾ വാങ്ങുക, അതിന് നമ്മൾ പർച്ചേസ് എന്ന് പറയും. ഇനി ആ മൊബൈൽ ഫോണുകൾ വിൽക്കുക, അതിന് നമ്മൾ സെയിൽസ് എന്ന് പറയും. ഓക്കെ, അതേപോലെ ലാപ്ടോപ്പ് വാങ്ങുക, അതിനെ വിൽക്കുക. അപ്പോൾ ലാപ്ടോപ്പിൻ്റെ സെയിൽസും പർച്ചേസും ആയിട്ട് പറയാൻ പറ്റും. സോ ഇവിടെ നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്നത് എന്തൊക്കെയാണ്, സെയിൽസ് നടക്കുന്നുണ്ട്, പർച്ചേസ് നടക്കുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ നമ്മൾ ബിസിനസ് നടത്തുന്ന ബിൽഡിങ് നമ്മൾ റെൻറ്റിനാണ് മേടിച്ചിട്ടുള്ളതെന്ന് കരുതുക. സോ നമ്മൾ എന്ത് ചെയ്യണം, അതിന് റെൻറ്റ് കൊടുക്കണം അല്ലേ, അതായത് വാടക കൊടുക്കണം. ദിവസം എത്ര എമൗണ്ടോ അല്ലെങ്കിൽ മാസത്തിൽ എത്ര എമൗണ്ടോ ആയിട്ട് നമ്മൾ കൊടുക്കണം അല്ലേ. സോ അവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ആ റെൻറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ വാടക നമ്മൾ അതിൻ്റെ ഓണർക്ക് കൊടുക്കണം. അതേപോലെ ഇപ്പോൾ നമ്മൾ കറണ്ട് ബില്ലൊക്കെ വരാറുണ്ട് അല്ലേ, അതായത് ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് വരാറുണ്ട്. സോ ഇത് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ പേയ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ട് നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ പേയ്മെൻറ്റ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ ഇതുപോലെ നടക്കുന്ന ഇടപാടുകൾ, ട്രാൻസാക്ഷൻസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. സോ ഇടപാടുകൾ നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന ഇത്തരം ഇടപാടുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യുക, അതിനെ തരംതിരിക്കുക, അതായത് ക്ലാസിഫൈ ചെയ്യുക, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിന് പറയുന്ന പേരാണെന്ത്, അക്കൗണ്ടിങ് എന്ന് പറയാം. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാമൊക്കെ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്താണെന്നുള്ളത് നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഈ ഒരു എക്സാമ്പിൾ മനസ്സിലുണ്ടായാൽ മതി അല്ലേ. നമ്മുടെ ഒരു ബിസിനസ് മൊബൈൽ ഫോൺ ലാപ്ടോപ്പൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. ആ ബിസിനസ്സിൽ നമ്മൾ മൊബൈൽ ഫോണുകൾ വാങ്ങുക, വിൽക്കുക, ഇതാണ് നമ്മളവിടെ നടത്തുന്നത്. പിന്നെ നമുക്ക് ബിൽഡിങ്ങിന് റെൻറ്റും കാര്യങ്ങളും കൊടുക്കണം, കറണ്ട് ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല് കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യൂലേ. അപ്പോൾ
ഇങ്ങനെ നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും, അതായത് എല്ലാ ഇടപാടുകളെയും നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയാണ് എന്ത്, അക്കൗണ്ടിങ് എന്ന് പറയാം. അപ്പോൾ ഇനി നമ്മൾ എന്താണ് അതിൻ്റെ മീനിങ്, അതിൻ്റെ ഒരു അർത്ഥം, അക്കൗണ്ടിങ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ടൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ AICPA പറയുന്നത് പ്രകാരം അക്കൗണ്ടിങ് എന്ന് പറയുന്നത് റെക്കോർഡിങ് ചെയ്യാം. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ബിസിനസ്സിൽ സെയിലും പർച്ചേസൊക്കെ നടത്തുന്നുണ്ട് അല്ലേ, അത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബുക്കിൽ റെക്കോർഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ, ഇപ്പോഴത്തെ കാലത്തൊക്കെ നമ്മൾ കമ്പ്യൂട്ടറാണല്ലേ, സോ കമ്പ്യൂട്ടറിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മൾ ആദ്യത്തെ അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയാം. ഓക്കെ, ഇനി അതിന് ശേഷം നമ്മൾ ക്ലാസിഫൈ ചെയ്യണം, അതിനെ തരംതിരിക്കണം. അതായത് തരംതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് ഇടപാടുകൾ നടക്കുക എന്ന് പറഞ്ഞില്ലേ ഞാൻ നേരത്തെ. അതായത് ഇപ്പോൾ സെയിൽ നടക്കുന്നുണ്ട്, പർച്ചേസ് നടക്കുന്നുണ്ട്, അതുപോലെ ഇപ്പോൾ പേയ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ബിൽഡിങ്ങോ കാര്യങ്ങളോ നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, നമുക്കതിന്ന് വാടകയും കാര്യങ്ങളൊക്കെ കിട്ടും അല്ലേ. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ബാങ്കിൽ ഇപ്പോൾ നമ്മളൊരു എമൗണ്ട് ഡെപ്പോസിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ കിട്ടും അല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്, നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ്സിൽ ഒരുപാട് ഇടപാടുകൾ നടക്കും. അപ്പോൾ ആ ഇടപാടുകളെ നമ്മൾ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. നമ്മുടെ ബുക്സിലോ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ അനുസരിച്ച് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യണം. അതെങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുക, ഒരു പ്രത്യേകത അനുസരിച്ച് എങ്ങനെ ക്ലാസിഫൈ ചെയ്യുക. ഇപ്പോൾ സെയിൽസ്, ഇപ്പോൾ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് ഒക്കെ വിൽക്കുന്നതിനെ നമ്മളൊരു ഭാഗത്തേക്ക് വെക്കാം. അതേപോലെ അതൊക്കെ വാങ്ങുന്നതിനെ നമ്മൾ വേറൊരു പാർട്ടായിട്ട് വെക്കാം. അപ്പം അങ്ങനെ നമ്മൾ ഓരോന്നിനെയും എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക. അതാണ് ഇവിടെ രണ്ടാമതായിട്ട് പറയുന്നത്. അപ്പം ഇങ്ങനെ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡിങ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻസ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ ഓർഡർ ആയിട്ട് റെക്കോർഡ് ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മളൊരു മൊബൈൽ ഫോൺ ഇന്ന് വാങ്ങി, ഒരു 50 മൊബൈൽ ഫോൺ ഇന്ന് വാങ്ങി, ദെൻ ആ മൊബൈൽ ഫോണിൽ ഒരു 10 എണ്ണം നമ്മൾ എന്ത് ചെയ്ത് വിറ്റു. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ അവർക്ക് എമൗണ്ട് കൊടുത്തു. അതായത് ആ വാങ്ങുന്നതിന് പൈസ പിന്നെയാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ നമ്മളിത് റെക്കോർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം നമ്മൾ പർച്ചേസാണ് ചെയ്തത് അല്ലേ, അപ്പോൾ ആദ്യം നമ്മൾ പർച്ചേസ് റെക്കോർഡ് ചെയ്യണം. ദെൻ രണ്ടാമത് നമ്മൾ സെയിലാണ് ചെയ്ത്, അപ്പോൾ നമ്മൾ രണ്ടാമത് സെയിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ദെൻ അതേപോലെ തന്നെ മൂന്നാമത് നമ്മൾ എന്താ ചെയ്ത്, നമ്മൾ ആ പർച്ചേസ് ചെയ്തതിന് നമ്മൾ പൈസ കൊടുത്തു അല്ലേ, അപ്പോൾ അത് മൂന്നാമതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ബിസിനസ്സിൽ ഡെയിലി നടക്കുന്ന ഈ ഇടപാടുകൾ അല്ലെങ്കിൽ ഈ ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഓർഡറായിട്ട് റെക്കോർഡ് ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത് എന്ത്, സിഗ്നിഫിക്കൻറ്റ് മാനർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർഡറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. ഇനി എല്ലാ ടൈപ്പ് ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യണോ, അതാണ് ഇവിടെ ചോദിക്കുന്നത്. മണി ട്രാൻസാക്ഷൻസ് എന്നാണ് പറയുന്നത്. അതായത് മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന പണസംബന്ധമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രം ചെയ്താൽ മതി, നമ്മൾ റെക്കോർഡ് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വാങ്ങിയ സാധനം നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതിന് പൈസ കിട്ടും അല്ലേ, പൈസ കിട്ടും. സോ അത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. പണം ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പണമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ഇടപാടാണ്. അതേപോലെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഒരു 50 മൊബൈൽ ഫോൺ നമ്മൾ വാങ്ങി പർച്ചേസ് ചെയ്തു എന്ന് കരുതുക. അപ്പോൾ അതും എന്താണ്, പണസംബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇനി അതേ സ്ഥാനത്ത് ഇപ്പോൾ ഒരാൾ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആൾ പോയി എന്ന് കരുതുക. അപ്പോൾ അവിടെ എന്ത് നടന്നിട്ടില്ല, നമ്മളെ സാധനം ആൾക്ക് വിറ്റിട്ടില്ല അല്ലേ, അല്ലെങ്കിൽ ആൾ കടത്തിനാണെങ്കിലും ആൾ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല. ആൾ ജസ്റ്റ് വന്ന് എന്ത് ചെയ്തു, ഫോണും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആൾ പോയി. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനെ നമ്മൾ നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻ എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷൻസും നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. അത് റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം എന്തായിരിക്കണം, മോണിറ്ററി വാല്യൂവിൽ മെഷർ ചെയ്യാൻ പറ്റുന്നതാവണം. അതായത് മണി ട്രാൻസാക്ഷൻസ് ആവണം, പണ സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ദെൻ ഇതാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ മീനിങ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ഇനി അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, അതാണ് ഇവിടെ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ആയിട്ട് പറയുന്നത്. എന്തൊക്കെയാണ്, ഐഡൻറ്റിഫൈയിങ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ പണസംബന്ധമായിട്ടുള്ള ഇടപാടാണോ അല്ലെങ്കിൽ നോൺ മോണിറ്ററി അല്ലെങ്കിൽ നോൺ മണി റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ലാത്ത, അതായത് പണസംബന്ധമായിട്ടല്ലാത്ത ട്രാൻസാക്ഷൻസ് ആണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യണം. മനസ്സിലാക്കുക അല്ലെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ള അർത്ഥമാണ് ഐഡൻറ്റിഫൈ എന്ന് പറഞ്ഞാൽ.
ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, ഈ പറയുന്ന പോലെ നമ്മൾ പണത്തിനാണോ വിറ്റിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ കടത്തിനാണോ വിറ്റിട്ടുള്ളത് നോക്കണം. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ വിറ്റിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ ഫസ്റ്റ് ഐഡൻറ്റിഫൈ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ്, മെഷറിങ്. നമ്മളതിനെ അളക്കാൻ പറ്റണം. മെഷറിങ് എന്ന് പറയുമ്പോൾ നമുക്ക് അളക്കാൻ പറ്റണം എന്നാണ്. അതായത് പണത്തിൻ്റെ മൂല്യത്തിലുള്ളതേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അളക്കാൻ പറ്റുള്ളൂ അല്ലേ. സോ അതാണ് മെഷറിങ് എന്ന് പറയാം. ഓക്കെ, ഇനി റെക്കോർഡിങ് ദ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷൻസും നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ മെഷർ ചെയ്യാനും പറ്റണം, അത് ഐഡൻറ്റിഫൈ ചെയ്യും വേണം. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് റെക്കോർഡ് ചെയ്യുക. ഓക്കെ, ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിക്വയർഡ് ഇൻഫോർമേഷൻ ടു ദി ഇൻട്രസ്റ്റഡ് യൂസേഴ്സ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ആർക്കൊക്കെയാണോ ഇതിൻ്റെ റിപ്പോർട്ട് കൊടുക്കേണ്ടത് അവർക്ക് നമ്മൾ ഇതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോണിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഡയറക്ടർ അല്ലെങ്കിൽ നമ്മുടെ മുതലാളി ആരാണോ, നമ്മുടെ ഓണർ ആരാണോ, അവർക്ക് നമ്മുടെ ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നുള്ളത് എന്ത് ചെയ്യണം, അവരറിയിക്കണം അല്ലേ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കണം. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ട്രാൻസാക്ഷൻസ് നമ്മുടെ ഓരോ ബിസിനസ്സിലും നടക്കുന്ന ഓരോ ട്രാൻസാക്ഷൻസും ഡെയിലി ബേസ് ചെയ്ത് നടക്കുന്ന എല്ലാ മോണിറ്ററി ട്രാൻസാക്ഷൻസും, അതങ്ങനെ തന്നെ പറയണം, മോണിറ്ററി ട്രാൻസാക്ഷൻസും നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം, അതിനെ ക്ലാസിഫൈ ചെയ്യണം, സമ്മറൈസ് ചെയ്യണം. അത് ആണെന്ത്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് മനസ്സിലാക്കി വെക്കാം. ഇനി ഇതിൽ എക്കണോമിക് ഇവൻറ്റ് എന്താന്ന് പറയുന്നുണ്ട്. എക്കണോമിക് ഇവൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലേ, ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ് എന്നാണ് പറഞ്ഞത്. ഇവിടെ കണ്ടോ, നമ്മൾ മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടപാടുകൾ എന്നാണ് പറയുക. അതായത് പണസംബന്ധമായ ഇടപാടുകൾ. ഇപ്പോൾ നമ്മൾ സെയിൽസ് അതുപോലെ പർച്ചേസ് ഒക്കെ എന്താണ്, പണസംബന്ധമായ ഇടപാടാണ് അല്ലേ. ഇനി ഞാൻ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈവൻറ്റ് എന്ന് പറഞ്ഞാൽ സംഭവം എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, എന്തെങ്കിലും സംഭവിക്കുക, നമ്മുടെ ബിസിനസ്സിൽ സംഭവിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇനി എക്കണോമിക് ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സാമ്പത്തിക പരമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ, അതാണ് അത് നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റുക. സോ ആൻ എക്കണോമിക് ഇവൻറ്റ് ഈസ് ആൻ ഇവൻറ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ വിച്ച് ആർ മെഷറബിൾ ഇൻ മോണിറ്ററി ടേംസ്. അതായത് പണസംബന്ധമായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇതിനെ അളക്കാൻ പറ്റണം. ഓക്കെ, ഇതിനെ അളക്കാൻ പറ്റണം, എന്നാലാണ് അതിന് എന്ത് പറയാം, എക്കണോമിക് ഇവൻറ്റ് എന്ന് പറയാം. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ഓഫ് മെഷീനറി. നമ്മുടെ ബിസിനസ്സിലേക്ക് ഒരു മെഷീൻ നമ്മൾ വാങ്ങുകയാണ്, പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, എക്കണോമിക് ഇവൻ്റാണ്. ഓക്കെ, അപ്പോൾ എക്കണോമിക് ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സാമിന് നമ്മളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്, ഒരു ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷന് അത് മെഷറബിൾ ആണെങ്കിൽ മോണിറ്ററി ടേംസിൽ, അതായത് പണസംബന്ധപരമായ രീതിയിൽ നമുക്ക് അളക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യും, അതിന് എക്കണോമിക് ഇവൻ്റ് എന്നാണ് പറയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മെഷീൻ വാങ്ങി, അതിന് നമ്മളൊരു 1,00,000 രൂപ കൊടുത്തു എന്ന് കരുതുക. അപ്പോൾ എന്താണ്, 1,00,000 എന്ന് പറയുന്ന പണത്തിൻ്റെ മൂല്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അളക്കാൻ പറ്റൂലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിന് എക്കണോമിക് ഇവൻ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി എക്കണോമിക് ഇവൻറ്റിൻ്റെ 2 ടൈപ്പ് ഉണ്ട്. 2 ടൈപ്പ് ഓഫ് എക്കണോമിക് ഇവൻറ്റുകളാണുള്ളത്. അതിൽ ഒന്ന് എക്സ്റ്റേണൽ ഇവൻറ്റ്. ഓക്കെ, അതായത് എക്സ്റ്റേണൽ ഇവൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ, പുറത്ത് നടക്കുന്ന, നമ്മുടെ ബിസിനസ്സിന് പുറത്ത് നടക്കുന്ന സംഭവങ്ങൾ. അതേപോലെ ഇൻറ്റേർണൽ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ പുറത്ത് നടക്കുന്ന അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇവൻറ്റ്സ് എന്താ, അതാണ് നമ്മൾ നോക്കുന്നത്. അതിന് നമ്മൾ ഒരു 2-3 എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതായത് എക്സ്റ്റേണൽ ഇവൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ഒരു എക്സാമ്പിൾ, സെയിൽ ഓഫ് റീബോക്ക് ഷൂസ് ടു ദ കസ്റ്റമർ. നമ്മളിപ്പോൾ ഒരു ഷൂവിൻ്റെ ബിസിനസ്സൊക്കെ നടത്തുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കസ്റ്റമർക്ക് ഒരു റീബോക്കിൻ്റെ ഷൂ സെയിൽ ചെയ്തു എന്ന് കരുതാം. എന്താണ്, പുറത്ത് നടക്കുന്നതാണല്ലേ, ആ ബിസിനസ്സിലുള്ള ഒരു പുറത്തുള്ള ഒരാൾക്ക് വിൽക്കുന്ന ഒരു സാധനമാണ്, ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത് അല്ലേ. സോ സെയിൽസ് അതെന്താണ്, എക്സ്റ്റേണൽ ഇവൻ്റാണ്. ഇനി അതേപോലെ തന്നെ റെൻഡറിങ് സർവീസസ് ടു ദ കസ്റ്റമേഴ്സ് ബൈ സാംസങ് ലിമിറ്റഡ്. ഓക്കെ, സാംസങ് ലിമിറ്റഡ് എന്ന് പറയുന്ന കസ്റ്റമർക്ക് എന്ത് ചെയ്യാണ്, ഒരു സർവീസ് നമ്മൾ കൊടുക്കുക. അത് പുറത്തുള്ളൊരു കമ്പനിയാണ്, അവർക്ക് എന്ത് ചെയ്തു, നമ്മളൊരു സർവീസ് കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ ഇനി പർച്ചേസ് ഓഫ് മെറ്റീരിയൽ ഫ്രം സപ്ലൈസ്. അതായത് പുറത്തുനിന്നുള്ള ഒരു സപ്ലയറുടെ കയ്യിൽ നമ്മൾ എന്ത് ചെയ്യാണ്, മെറ്റീരിയൽസ് ഒക്കെ വാങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എക്സ്റ്റേണൽ ഇവൻ്റ് ആയിട്ടാണ് പറയാം. ഇനി അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബിൽഡിംഗ് ഓണർക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, റെൻറ്റ് കൊടുക്കുകയാണ്.
അത് പുറത്ത് കൊടുക്കുന്ന കാര്യമാണ് അല്ലേ, പുറത്തേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഇവിടെ അത് എക്സ്റ്റേണൽ ഈവൻ്റ് ആയിട്ടാണ് പറയാം. ഇനി ഇൻറ്റേർണൽ ഈവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഈവൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, എക്സ്റ്റേണൽ ഈവൻറ്റ് നമ്മൾ എന്താ പറഞ്ഞത്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഈവൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ എന്ന് പറയാം പുറത്ത് നടക്കുന്ന, നമ്മുടെ ബിസിനസ്സിൻ്റെ പുറത്ത് നടക്കുന്ന സംഭവങ്ങൾ. അതാണ് നമ്മൾ പുറത്തേക്കാണ് സെയിൽ ചെയ്യുക അല്ലേ, വിൽക്കുക. അതേപോലെ പുറത്തുള്ള ആൾക്കാണ് എന്ത് ചെയ്യുക, റെൻറ്റ് കൊടുക്കുക അല്ലേ, ഒക്കെ പുറത്ത് നമ്മുടെ ബിസിനസ്സിന് പുറത്തുള്ള ആളുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി ഇൻറ്റേർണൽ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ. അതെങ്ങനെയാണ് നമുക്കൊരു എക്സാമ്പിൾ പറയാൻ പറ്റുക? സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽ ബൈ ദ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് ടു ദി മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് നമ്മുടെ ഇപ്പോൾ ബിസിനസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു സാധനം വിൽക്കാൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇൻറ്റേർണൽ ഈവൻ്റ് ആയിട്ടാണ് പറയുക. അതേപോലെ ഇപ്പോൾ നമ്മുടെ എംപ്ലോയീസ്, നമ്മുടെ സ്ഥാപനത്തിലുള്ള ആളുകളാണല്ലോ എംപ്ലോയീസ് അല്ലെങ്കിൽ വർക്ക് എടുക്കുന്ന ആളുകൾ. അപ്പോൾ അവർക്ക് നമ്മൾ സാലറി കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് എത്രയാണ് അവരുടെ സാലറി, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ വേജോ കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഇൻറ്റേർണൽ ഈവൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ ഈവൻറ്റും എക്സ്റ്റേണൽ ഈവൻറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനകത്ത് നടക്കുന്ന സംഭവമാണെങ്കിൽ ഇൻറ്റേർണൽ ഈവൻറ്റും, ബിസിനസ്സിന് പുറത്ത് നടക്കുന്ന സംഭവമാണെന്നുണ്ടെങ്കിൽ അത് എക്സ്റ്റേണൽ ഈവൻറ്റുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ഇത് പഠിക്കുമ്പോൾ, അക്കൗണ്ടിങ് പഠിക്കുന്ന സമയത്ത് നമ്മളെ മൈൻഡിൽ ഉണ്ടാവണം നമ്മളൊരു അക്കൗണ്ടൻ്റ് ആണ് എന്നുള്ളൊരു മൈൻഡ് ഉണ്ടാവണം. ഓക്കെ, അതേപോലെ നമ്മൾ ഒരു ബിസിനസ്സിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിൽ വേണം. ഇപ്പോൾ നമ്മളൊരു മൊബൈൽ ഷോപ്പ്, ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് പ്രകാരം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മൊബൈൽ ഷോപ്പിലൊരു അക്കൗണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ മൊബൈൽ ഷോപ്പിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇൻറ്റേർണൽ ഇവൻ്റ് ആയിട്ട് പറയും. അത് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, എക്സ്റ്റേണൽ ഇവൻ്റ് ആയിട്ടാണ് പറയാം. ഓക്കെ, സോ അത്രയേ ഉള്ളൂ നമ്മൾ ഇൻറ്റേർണൽ ഇവൻറ്റും എക്സ്റ്റേണൽ ഇവൻറ്റിനെ കുറിച്ചും പറയാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സ്. ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഫസ്റ്റ് അല്ലേ. അതായത് നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷൻസും നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, ഓരോന്നും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇനി മെഷർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളക്കാൻ പറ്റണം എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഇത്ര പൈസൻ്റെ സാധനമാണ് നമ്മൾ വിൽക്കുന്നത്, അല്ലെങ്കിൽ ഇത്ര പൈസൻ്റെ സാധനമാണ് നമ്മൾ വാങ്ങുന്നത്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അളക്കാൻ പറ്റണം അല്ലേ. ഇപ്പോൾ 1 ലക്ഷത്തിൻ്റെ സാധനം എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ലക്ഷമാണ് ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ അല്ലേ, അതിൻ്റെ വില 1 ലക്ഷമാണെന്നുള്ളതാണ് അർത്ഥം അല്ലേ. സോ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് മെഷർ ചെയ്യാൻ പറ്റില്ല. 1 ലക്ഷം എന്ന് പറഞ്ഞിട്ട് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതേ സ്ഥാനത്ത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ പോളിസീസൊക്കെ മാറ്റിയെന്ന് കരുതാം. അതായത് ഇപ്പോൾ രാവിലെ 9:30 വരണം എന്നുള്ളൊരു പോളിസി നമ്മുടെ ഓഫീസിലുണ്ടെന്ന് കരുതാം. അതെന്ത് ചെയ്തു, 10 മണിക്ക് എത്തിയാൽ മതി, അല്ലെങ്കിൽ 9:30 ഉള്ളത് 9 മണിക്ക് എല്ലാവരും എത്തണം എന്നുള്ളൊരു പോളിസി കൊണ്ടുവന്നു എന്ന് കരുതാം നമ്മുടെ ബിസിനസ്സിൽ. അപ്പോൾ അത് നമുക്ക് അളക്കാൻ പറ്റുമോ? ഇല്ല, ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ വരണം എന്നുള്ള രീതിയിലേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ 10,000 രൂപക്കുള്ള സമയമാണ് നമ്മൾ കുറച്ച് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ മെഷർ ചെയ്യാൻ പറ്റണം, നമുക്ക് അളക്കാൻ പറ്റണം. ഓക്കെ, ഏതൊരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന ഏതൊരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അത് അളക്കാൻ പറ്റണം. ഓക്കെ, അത് മെഷർ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അത് റുപ്പീസിലോ അല്ലെങ്കിൽ പൈസയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അളക്കാൻ പറ്റണം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ വേറെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ നല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ആളാണെന്ന് കരുതുക നമ്മുടെ ബിസിനസ്സിൽ. അപ്പോൾ പിന്നെ ഒരു 1 ലക്ഷം രൂപക്ക് ആത്മാർത്ഥതയുള്ള ആളാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ. അത് ഒരു പൈസൻ്റെ കണക്ക് അല്ലെങ്കിൽ ഒരു റുപ്പീസിൻ്റെ കണക്കിൽ നമുക്ക് പറയാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് അല്ല നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ സാധനമാണ് നമ്മൾ വിറ്റത്, അല്ലെങ്കിൽ 1 ലക്ഷത്തിൻ്റെ മൊബൈലാണ് നമ്മൾ വിറ്റത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ നമ്മൾ റെൻറ്റ് കൊടുത്ത് 50,000 റെൻറ്റ് കൊടുത്തത് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുത്ത് ഒരു 20,000 ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്ര എമൗണ്ടിനാണ് അല്ലെങ്കിൽ ഇത്ര പൈസക്കാണ് നമ്മൾ ആ ഒരു ട്രാൻസാക്ഷൻ നടന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുള്ളൂ. സോ എക്കണോമിക് ഇവൻറ്റുകൾ അല്ലെങ്കിൽ നമ്മൾ മോണിറ്ററി ട്രാൻസാക്ഷൻസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ മെഷർമെൻറ്റ്, ദെൻ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതൊരു ഓർഡറിൽ റെക്കോർഡ് ചെയ്യണം. ദെൻ
അതിനുശേഷം ഇപ്പോൾ നമ്മളിത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതൊരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ ഇത്ര എമൗണ്ടിന് വിറ്റു, ഇത്ര എമൗണ്ടിന് നമ്മൾ വാങ്ങി, എന്നിട്ട് നമ്മൾ ഇത്ര ആളുകൾക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു, അതേപോലെ നമുക്ക് റെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടി എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിപ്പോർട്ട് കിട്ടും. നമുക്ക് എത്ര ലാഭമുണ്ട്, എത്ര നഷ്ടമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കണക്കും കാര്യങ്ങളൊക്കെ കിട്ടും അല്ലേ. സോ ഈ കണക്കും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മുടെ മാനേജർക്കോ അല്ലെങ്കിൽ നമ്മുടെ മുതലാളിമാർക്കോ അല്ലെങ്കിൽ ഓണേഴ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അത് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവരോട് പറയണം ഇത്ര എമൗണ്ട് നമ്മൾ വിറ്റിട്ടുണ്ട്, ഇത്ര എമൗണ്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ അത് നമ്മൾ ഇത്ര ആൾക്കാർക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, സാലറി ഇത്ര കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് റിപ്പോർട്ടായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് എന്ത്, നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയാം. ഓക്കെ, സോ നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുകയാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ് അക്കൗണ്ടിങ്, അതുപോലെ എക്കണോമിക് ഈവൻറ്റ്സ് എന്താണെന്നുള്ളത് പറഞ്ഞു. ദെൻ അതിൽ തന്നെ എക്സ്റ്റേണൽ ഈവൻറ്റ്സും അതുപോലെ ഇൻറ്റേർണൽ ഈവൻറ്റ്സും എന്തൊക്കെയാണെന്നുള്ളതും നമ്മൾ പറഞ്ഞു. പിന്നെ അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സുമാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൽ നെക്സ്റ്റ് പറയാനുള്ളത്, ഓക്കെ, ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത്രയും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്കിത് കറക്റ്റായിട്ട് എക്സാമിനൊക്കെ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ എക്സാമിനൊക്കെ ചോദിക്കുന്ന, സാധാരണ ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ഭാഗമാണെന്ത്, യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് ഇൻഫോർമേഷൻ എന്ന് പറയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മൾ റിപ്പോർട്ടൊക്കെ എന്ത് ചെയ്യണം, നമ്മുടെ മാനേജർക്കോ നമ്മുടെ ഓണേഴ്സിനൊക്കെ എന്ത് ചെയ്യണം, അവർക്ക് കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ ഇത്ര പ്രോഫിറ്റ് ഉണ്ട്, ഇത്ര ലോസ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയുണ്ട്, നമ്മൾ അസറ്റ് ഇത്രയുണ്ട്, ഇത്ര ലയബിലിറ്റി ഉണ്ട് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഇത്ര ബാധ്യത ഉണ്ട് അല്ലേ, അതേപോലെ നമുക്ക് ഇത്ര റെൻറ്റ് നമ്മൾ കൊടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഓണറൊക്കെ നമ്മൾ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ ഈ ഓണറേയും അതുപോലെ നമ്മുടെ മാനേജറേയും മാത്രം നമ്മൾ എന്ത് ചെയ്താൽ പോരാ, ഈ റിപ്പോർട്ടും കാര്യങ്ങളൊന്നും ബോധിപ്പിച്ചാൽ പോരാ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ റെക്കോർഡ് ചെയ്യുന്ന ഈ ട്രാൻസാക്ഷൻസിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആർക്കൊക്കെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, ആർക്കൊക്കെയാണ് നമ്മളിത് കൊടുക്കേണ്ടത്, അതാണ് നമ്മുടെ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് ഇൻഫോർമേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആർക്കൊക്കെയാണ് നമ്മൾ ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അങ്ങനെ സബ്മിറ്റ് ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ നമുക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ട ആളുകളെ രണ്ട് രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്, ഇൻറ്റേർണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും. അതായത് ഇൻറ്റേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്കകത്തുള്ള ആളുകൾ. ഓക്കെ, ദെൻ എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് പുറത്തുള്ള ആളുകൾ. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ കമ്പനിക്ക് അകത്തുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും, കമ്പനിക്ക് അകത്ത് വരുന്ന ആളുകൾ ആരൊക്കെയായിരിക്കും, നമ്മളെ ഡയറക്ടേഴ്സ് അല്ലേ, നമ്മളെ മാനേജേഴ്സ്, അതുപോലെ എംപ്ലോയീസ്, ഇങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ കമ്പനിക്ക് അകത്ത് വരുന്ന ആളുകൾ. അപ്പോൾ ഇതിൽ ആർക്കൊക്കെയാണ് നമ്മൾ റിപ്പോർട്ട് കൊടുക്കേണ്ടത്, ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത്. ഇനി എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പുറത്തുള്ള ആളുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ പുറത്തുള്ള ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, പുറത്തുള്ള ആർക്കൊക്കെ നമ്മൾ റിപ്പോർട്ട് കൊടുക്കണം, നമ്മൾ എന്തിനാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് എന്തിനാണ് പുറത്തുള്ള ആളുകൾക്ക് കൊടുക്കേണ്ടത്, അത് കൊടുക്കേണ്ട ചില ആളുകളുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ്റിന് നമ്മൾ കൊടുക്കണം അല്ലേ, ഇപ്പോൾ നമ്മൾ ടാക്സ് ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതേപോലെ ഇപ്പോൾ ബാങ്കിന് നമ്മൾ കൊടുക്കണം അല്ലേ, ബാങ്കിൽ ഇപ്പോൾ നമുക്കൊരു ലോണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ ലാഭമുണ്ടോ നഷ്ടമുണ്ടോ എന്നുള്ളതൊക്കെ ആർക്ക് അറിയേണ്ടി വരും, ബാങ്കിന് അറിയേണ്ടി വരും, എന്നാലേ ഒരു പൈസ തരുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ ഒരു വീടിനൊക്കെ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആധാരമൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ലോൺ അവർ തരുള്ളൂ അല്ലേ. അപ്പോൾ അതെന്താണ്, അവർക്ക് നമ്മളിപ്പോൾ ഇനി ആ പൈസ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, ആ വീട് വിറ്റിട്ടാണെന്നുണ്ടെങ്കിൽ അവർ ആ പൈസ എടുക്കും അല്ലേ. അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ നമ്മുടെ കമ്പനി നല്ല രീതിയിൽ നല്ല ലാഭത്തിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ലോണ് വേണമെന്നുണ്ടെങ്കിൽ ബാങ്കിൽ പോയാൽ നമ്മുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്താൽ അവർ ലോണ് തരും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കേസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇൻറ്റേർണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണെന്നുള്ളത് നോക്കാം, എക്സാമിന് ചോദിക്കുന്നതാണ്. ചില കേസിൽ നമ്മളോട് ചോദിക്കുക, നമ്മളിപ്പോൾ ഈ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഫിനാൻസ് ഓഫീസർ, വൈസ് പ്രസിഡൻറ്റ്, ബിസിനസ് യൂണിറ്റ് മാനേജേഴ്സ്, പ്ലാൻ മാനേജേഴ്സ്, ലൈൻ സൂപ്പർവൈസേഴ്സ് എന്നൊക്കെ തന്നിട്ട് ഇതിൽ ആരാണ് അല്ലെങ്കിൽ ഇവരൊക്കെ ഇൻറ്റേർണൽ യൂസേഴ്സ് ആണോ എക്സ്റ്റേണൽ യൂസേഴ്സ് ആണോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് പഠിച്ചു വെക്കാം. അതായത് നമ്മുടെ കമ്പനിക്കകത്ത് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനകത്ത് വരുന്ന ആളുകളെയാണ് നമ്മൾ ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് പറയാം. നമ്മളെ മാനേജേഴ്സ്, നമ്മളെ ഡയറക്ടേഴ്സൊക്കെ, ഇപ്പോൾ പർച്ചേസ് മാനേജർ, സെയിൽസ് മാനേജർ ഒക്കെ എന്താണ് നമ്മുടെ ഇൻറ്റേർണൽ യൂസേഴ്സാണ്.
നമ്മുടെ എംപ്ലോയീസ് നമ്മുടെ ഇന്റേണൽ യൂസേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിനകത്ത് വരുന്ന ആളുകളെയാണ് നമ്മൾ ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയാം. ഓക്കെ, അതിലിപ്പോൾ എല്ലാ ആളുകൾക്കും നമ്മൾ റിപ്പോർട്ട് കാണിച്ചു കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇനി എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? ഇൻവെസ്റ്റേഴ്സ്. നമ്മുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ടാവും അല്ലേ, പുറത്തുള്ള ആളുകളാവും അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ അല്ലേ. അതേപോലെ ക്രെഡിറ്റേഴ്സ്, നമ്മൾ കടത്തിന് വാങ്ങുന്ന ആളുകളുണ്ട്. ഓക്കെ, ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടത്തിന് വാങ്ങുന്ന ആളുകൾ. അവർക്ക് നമ്മൾ എന്തിനാണ് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നത്? അതായത് ഇപ്പോൾ നമ്മളൊരു 10 ലക്ഷം രൂപക്ക് നമ്മൾ കടത്തിന് വാങ്ങിയെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ റിപ്പോർട്ട് കൊടുക്കണം. എന്തിനാ? ഈ 10 ലക്ഷത്തിന് കടത്തിന് വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചടക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ബിസിനസ്സിന് ഉണ്ടോ എന്നുള്ളത് ആർക്കറിയണം? നമ്മൾ ക്രെഡിറ്റേഴ്സിന് അറിയണം അല്ലേ. അപ്പോൾ അതാണ് ഈ പാർട്ടിൽ പറയുന്നത്. ക്രെഡിറ്റേഴ്സും ഇൻവെസ്റ്റേഴ്സും എന്താണ് നമ്മുടെ എക്സ്റ്റേണൽ യൂസേഴ്സ് ആയിട്ട് പറയുന്നതാണ്. ഇനി അതേപോലെ ബാങ്കുകൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാങ്കിൽ നിന്നൊക്കെ ഇപ്പോൾ നമുക്കൊരു ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് എത്ര ലാഭമുണ്ട് അല്ലെങ്കിൽ നഷ്ടത്തിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ബാങ്കിന് അറിയണം. നമ്മുടെ ബിസിനസ് നഷ്ടത്തിലാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ലോൺ തരുമോ? ഇല്ല, സ്വാഭാവികമായിട്ടും തരൂല അല്ലേ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ ഇത്ര അസറ്റ് ഉണ്ട്, ഇപ്പോൾ നമുക്ക് ഒരു 2-3 സ്ഥലത്ത് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് കരുതുക. ഓക്കെ, അപ്പോൾ അങ്ങനെ അതേപോലെ ഇപ്പോൾ നമുക്ക് കുറേ മെഷീനും അതേപോലെ കുറേ വാഹനങ്ങളും കാര്യങ്ങളും ഇപ്പോൾ കാറും കാര്യങ്ങളൊക്കെ നമ്മുടെ ബിസിനസ്സിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ തരും. കാരണം എന്താ? ഇനിയിപ്പോൾ നമ്മൾ ആ ലോണ് തിരിച്ചടച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യും? അവർ ഈ ഒരു അസറ്റും കാര്യങ്ങളൊക്കെ അവർ വിറ്റിട്ട് എന്ത് ചെയ്യും? ആ പൈസ അവരെടുക്കും അല്ലേ. അപ്പോൾ ഇവിടെ ബാങ്കിന് എന്തിനാണ് ഇത് അറിയേണ്ടത്? നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് ലോണൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? നമ്മുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണേണ്ടി വരും. ഓക്കെ, ദെൻ ഇനി ടാക്സ് അതോറിറ്റീസ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ടാക്സ് അതോറിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ GST കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ടാക്സ് ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടാക്സ് ഒക്കെ എത്ര എമൗണ്ട് നമ്മൾ ടാക്സ് കൊടുക്കണം എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ദെൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റോക്കൊക്കെ ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ്, അതൊക്കെ നിങ്ങൾ പഠിക്കും. ദെൻ ലേബർ യൂണിയൻ ആൻഡ് കസ്റ്റമേഴ്സ്. ഓക്കെ, ഇപ്പോൾ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കടത്തിന് വിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അല്ലേ. അതേപോലെ നമ്മൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയാണോ നല്ല ലാഭത്തിലുള്ള കമ്പനിയാണോ എന്നുള്ളതൊക്കെ ആർക്ക് അറിയേണ്ടി വരും? ഇപ്പോൾ കസ്റ്റമേഴ്സിനും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അറിയേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കസ്റ്റമേഴ്സിന് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ ആരൊക്കെയാണ് നമ്മൾ എക്സ്റ്റേണൽ യൂസേഴ്സ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാനേ ഉള്ളൂ. അപ്പോൾ എന്തിനാണ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ യൂസേഴ്സ് ആരൊക്കെയാണ്, അവർക്ക് എന്തിനാണ് നമ്മൾ ഈ റിപ്പോർട്ട് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്ങിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്റേണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും ഉണ്ട്. ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിനകത്ത് വരുന്ന ആളുകളാണ്. ദെൻ എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിന് പുറത്ത് വരുന്ന ആളുകൾ. ഓക്കെ, അപ്പോൾ നമ്മളിത് പഠിച്ചു വെക്കുക. ഇന്റേണൽ യൂസേഴ്സ് ആരൊക്കെയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മാനേജേഴ്സ്, അതുപോലെ നമ്മുടെ ഓഫീസേഴ്സ്, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റും കാര്യങ്ങളൊക്കെ, അതുപോലെ യൂണിറ്റ് മാനേജേഴ്സ് കാര്യങ്ങളൊക്കെ. മാനേജേഴ്സ് എല്ലാ ടൈപ്പ് മാനേജേഴ്സും എന്താണ്? ഇന്റേണൽ യൂസേഴ്സ് ആയിട്ടാണ് വരിക. ഇനി എക്സ്റ്റേണൽ യൂസേഴ്സ് നിങ്ങൾക്ക് ഡൗട്ട് വരേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാങ്ക്, ടാക്സ് അതോറിറ്റി, ഗവൺമെൻറ്, ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ക്രെഡിറ്റേഴ്സ്, ഓക്കെ, നമ്മൾ കടത്തിന് വാങ്ങുന്ന ആളുകൾ അല്ലേ. അതേപോലെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ്, നമ്മുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിനൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലേ. സോ ഇതാണ് എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയാം. അപ്പോൾ നിങ്ങളിതിൽ പഠിക്കേണ്ടത് ആരൊക്കെയാണ് ഇന്റേണൽ യൂസേഴ്സ് കാണാതെ പഠിക്കണം, എക്സ്റ്റേണൽ യൂസേഴ്സ് ആരൊക്കെയാണെന്നുള്ളതും പഠിക്കണം. നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, ദെൻ ഇനി നമുക്കിതിൽ പറയാനുള്ള മറ്റൊരു ഭാഗം, അതായത് എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു ഭാഗമാണിത്, ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില്ലകൾ എന്നൊക്കെ പറയാം അല്ലേ. അതായത് ഇപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ പല അക്കൗണ്ടിങ് ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അക്കൗണ്ടിങ് നമ്മൾ 3 രീതിയിലാണ് അതിൻ്റെ ബ്രാഞ്ചസ് ആയിട്ട് പറയുന്നത്. ഒന്ന് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് ഫസ്റ്റ് നമ്മൾ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ പറയാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് എന്നുള്ളത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഇങ്ങനെ 3 അക്കൗണ്ടിങ് ബ്രാഞ്ചസ് ആണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതുക ആദ്യം. അങ്ങനെ എഴുതിയതിന് ശേഷം എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീപ്പിംഗ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്.
ഓക്കെ, അതായത് നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോണിറ്ററി ട്രാൻസാക്ഷൻസ് എല്ലാം എന്ത് ചെയ്യുക, നമ്മൾ റെക്കോർഡ് ചെയ്യുക, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ട് നമ്മുടെ മാനേജേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയാം. ഇനി കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെലവ് എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, നമ്മുടെ കോസ്റ്റ്, നമ്മൾ ബിസിനസ്സിൽ നടക്കുന്ന കോസ്റ്റുകളൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അക്കൗണ്ടിങ് ആണ്. നമ്മൾ ആ ഒരു ഹെഡിങ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിനാൻസ്, നമ്മുടെ ഫണ്ട് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു, അതേപോലെ നമ്മുടെ എക്സ്പെൻസ് നമുക്ക് എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ടിങ് ആണിത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. ഓക്കെ, സോ ഇനി കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ അനാലിസിസ് ദ എക്സ്പെൻഡിച്ചർ സോ ആസ് ടു അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് വാരിയസ് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ബൈ ദി ഫേം ആൻഡ് ഫിക്സ്ഡ് ദ പ്രൈസസ്. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില ബിസിനസ്സുകൾ ഉണ്ടാവും, നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്ന ബിസിനസ്സുകൾ ഉണ്ടാവും അല്ലേ. പ്രൊഡക്ഷൻ നടത്തുന്ന ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബാഗിൻ്റെ ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നൊരു ബിസിനസ് ഉണ്ടെന്ന് കരുതാം. ഓക്കെ, അപ്പോൾ അവരെങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ ഒരു ബാഗിന് നമുക്ക് എത്ര ചിലവ് വന്നിട്ടുണ്ട്, ഒരു ബാഗ് ഉണ്ടാക്കാൻ വേണ്ടി എത്ര ചിലവ് വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കണക്കാക്കും അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഐറ്റം ഉണ്ടാക്കുന്ന സമയത്ത് അതിന് എത്ര കോസ്റ്റ് വന്നു, എത്ര ചിലവ് വന്നു എന്നുള്ളതൊക്കെ കണക്കാക്കി അത് നമുക്ക് എത്ര വരുമാനം വന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് അതിന്നൊരു റിപ്പോർട്ട് എടുക്കുന്ന ഒരു സിസ്റ്റമാണിത്, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് ആണിത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയാം. ഓക്കെ, ഇതെന്തിനാണ് ശരിക്കും നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത്? കൺട്രോളിങ് ദ കോസ്റ്റ് ആൻഡ് പ്രൊവൈഡിങ് നെസസറി കോസ്റ്റിംഗ് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കോസ്റ്റ് കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഒരു 100 രൂപക്ക് സാധനം വാങ്ങി ഒരു ബാഗ് ഉണ്ടാക്കിയാന്ന് കരുതാം. ഓക്കെ, നമ്മൾ ആ ബാഗ് ഉണ്ടാക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ച് വാങ്ങി 100 രൂപയാണ് മൊത്തത്തിൽ കൊടുത്തതെന്ന് കരുതാം. ഓക്കെ, അപ്പോൾ ആ കൊടുക്കുന്ന എക്സ്പെൻസ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കോസ്റ്റ്, എത്ര എമൗണ്ട് നമ്മൾ അതിന് ചിലവായി എന്നുള്ളത് മനസ്സിലാക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, ലാഭം ആഡ് ചെയ്തിട്ട് വിൽക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ബിസിനസ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി എത്ര കോസ്റ്റ് വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, സോ അതാണ് ഇവിടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പറയുന്നത്. ഇനി മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? പ്രൊവിഷൻ ഓഫ് നെസസറി അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ടു മാനേജ്മെൻറ്റ് ടു എനേബിൾ ദം ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതായത് അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താണ് അല്ലെങ്കിൽ കുറേ റെക്കോർഡ് ചെയ്ത് വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല അല്ലേ, അത് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റണം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബിസിനസ്സിൽ ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് നമുക്ക് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റണം. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ നഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് നഷ്ടം വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനൊരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. സോ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാനേജ്മെൻറ്റ് ഡിസിഷൻ, അതായത് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിങ് ആണ്. അപ്പോൾ നിങ്ങൾ മലയാളത്തിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതുക. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ഫിനാൻസ് പരമായിട്ട് അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും അല്ലെങ്കിൽ എല്ലാ ഇടപാടുകളും റെക്കോർഡ് ചെയ്യുക, അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക, അതായത് പ്രസൻറ്റ് ചെയ്യുക. അതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഇനി കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടത്തുന്ന ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ആ ഓരോ പ്രൊഡക്ഷനും നമുക്ക് എത്ര ചിലവ് വന്നിട്ടുണ്ട്, കോസ്റ്റ് എത്ര വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്ന ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണിത് കോസ്റ്റ് അക്കൗണ്ടിങ്. ഓക്കെ, ഇനി മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിൽ മാനേജ്മെൻറ്റിന്, നമ്മുടെ മാനേജേഴ്സിനൊക്കെ തീരുമാനങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണിത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ.